നമുക്ക് പൈസക്ക് ആവശ്യം വന്നാൽ നമ്മൾ സാധാരണക്കാർ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം എന്താ, നമ്മളെ കയ്യിലുള്ള പണ്ടം അല്ലെങ്കിൽ സ്വർണ്ണം എന്തെങ്കിലും പണയം വെച്ചിട്ട് തൽക്കാലം തള്ളി നീക്കാണ്. അപ്പോൾ നമ്മളെന്താ നോക്കുക, എവിടുന്നാണ് കൂടുതൽ പൈസ കിട്ടണമെന്ന് നോക്കുക. പക്ഷെ ഒരിക്കലും നിങ്ങളങ്ങനെ നോക്കരുതില്ല. കാരണം വൻ ഡേഞ്ചർ, വൻ തട്ടിപ്പാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഈ ഇസാഫ് പോലത്തെ ബാങ്ക് ഉണ്ടല്ലോ. കാരണം എൻ്റെ അനുഭവം പറയണേ, എൻ്റെ അനുഭവം ഞാൻ ഓരോ പവൻ്റെ 2 വള ഞാൻ ഇസാഫിൽ പണയം വെച്ചിട്ട് ഞാനിപ്പോൾ നാട്ടിൽ പോയപ്പോൾ എടുക്കാൻ നോക്കി. അപ്പോൾ അവരെന്താ പറഞ്ഞു വെച്ചാൽ ഒരു വളക്ക് 68 റുപ്യ വേണമെന്ന് പറഞ്ഞു. ഒരു വള എടുക്കാൻ ശേഷമുള്ള ഇൻകം. അതുകൊണ്ട് ഞാൻ ഒന്നും എടുക്കാൻ വെച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അങ്ങനെ 2 വളകൾ എടുക്കുകയാണെങ്കിൽ 1,30,000 റുപ്യേൻ്റെ മുകളിലായി. ഇങ്ങനെ നമുക്ക് തന്ന 10-85 റുപ്യ. അപ്പോൾ ഒരു വോയിസും ഇല്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോളി, നമ്മൾക്കിട്ട് പണിയാൻ വേണ്ടി അങ്ങനത്തെ വൃത്തിയായിട്ട കുറേ ബാങ്കുകളുണ്ട്. ഞങ്ങൾക്ക് അങ്ങനത്തെ ഓപ്പണായിട്ട് വേണമെന്ന് വെച്ചാൽ അത്രയും മോശപ്പെട്ട രീതിയിലാണ് ഓലെ നമുക്ക് അന്ന് ഒരു കണക്കും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ പലിശക്ക് നമ്മൾ കറക്റ്റ് അടച്ചു പോയതാണ്. അതൊരു 1-2 ആഴ്ചയായിട്ടുള്ള പലിശ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് എന്താ ചെയ്യുക. നമ്മൾ അങ്ങനെ പണ്ടം വെക്കുകയാണെങ്കിൽ തന്നെ നാഷണലൈസ്ഡ് ബാങ്ക്, SBI അങ്ങനത്തെ നല്ല ബാങ്കില്ല അവരെ പ്രൊമോട്ട് ചെയ്യില്ല. അവർക്ക് എന്താ അത് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ എന്നാലും ഓരോടത്തുനിന്ന് ചിലപ്പോൾ കുറച്ച് പൈസ കയറി കിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ബുദ്ധിമുട്ടാവില്ല. അതുകൊണ്ട് നമുക്ക് നമ്മളെ മുതൽ പോകണ്ട വെച്ചിട്ടേക്കാണ് നമ്മൾ പണയം വെക്കണേ. അല്ലെങ്കിൽ നമുക്ക് വിറ്റാൽ മതിയല്ലോ. പക്ഷേ തിരിച്ചു കിട്ടാത്ത കോലത്തിലാക്കും ഇതേപോലത്തെ ബാങ്കുകൾ. ഒന്ന് ശ്രദ്ധിച്ചോളിട്ടാ. കുറേ